ഒരു പവൻ സ്വർണത്തിന് 1 ലക്ഷം രൂപ. കേൾക്കുമ്പോൾ അല്പം നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടോ? സ്വർണ്ണവില ഈ പോക്ക് പോയാൽ ആ കാലം അധികം വിദൂരമല്ല. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില. കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സ്വർണ്ണവില ഓരോ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ 2ഉം 3ഉം തവണയാണ് വർദ്ധിക്കുന്നത്. വില എത്ര കൂടിയാലും മലയാളികൾക്ക് മഞ്ഞലോഹത്തോടുള്ള പ്രിയം അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാകില്ല. മലയാളികളുടെ വിവാഹം പോലെയുള്ള പ്രധാന ചടങ്ങുകളിൽ സ്വർണത്തിന് പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കൂടുന്നത് ആശങ്കയോടെയാണ് നാം കേൾക്കുന്നത്. എന്നാൽ സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ കരുതിയിട്ടുള്ളവർക്കാകട്ടെ ഇത് അല്പം ആശ്വാസം നൽകുകയും ചെയ്യും. എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ വർദ്ധിക്കുന്നത്? ഇനി വില കുറയാൻ സാധ്യതയുണ്ടോ? ആരാണ് സ്വർണ്ണവില നിശ്ചയിക്കുന്നത്? നോക്കാം. വില എങ്ങനെ മാറിയാലും നമ്മൾ ഇന്ത്യക്കാർക്ക് സ്വർണം സുപ്രധാനമാണ്. കാരണം 5 രാജ്യങ്ങളുടെ മൊത്തം കരുതൽ ശേഖരത്തേക്കാൾ കൂടുതലുണ്ട് നമ്മുടെ ഇന്ത്യയിലെ സ്വർണ്ണ സമ്പാദ്യമെന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ സ്വർണ്ണ വിപണിയിലെ ഉയർച്ച താഴ്ചകൾ നമുക്ക് ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഡിമാൻഡും വിതരണവുമാണ് ഒരു വസ്തുവിന്റെ വില നിശ്ചയിക്കുന്നത്. ലണ്ടൻ ഓവർ ദി കൗണ്ടർ സ്പോട്ട് ഗോൾഡ് മാർക്കറ്റ് ട്രേഡിംഗ്, കോമെക്സ് ഗോൾഡ് ഫീച്ചേഴ്സ് ട്രേഡിംഗ് എന്നിവയിലാണ് സ്വർണ്ണവില പ്രധാനമായും നിശ്ചയിക്കുന്നത്. 1 ഔൺസ് സ്വർണത്തിന്റെ വില കണക്കാക്കിയാണ് സ്വർണത്തിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. 1 ഔൺസ് എന്നാൽ 31.10 ഗ്രാം ആണ്. ഔൺസിന് വില നിശ്ചയിക്കുന്നത് ഡോളറിന്റെ മൂല്യത്തിന് അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ രൂപയുടെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് വ്യത്യാസം വരുമ്പോൾ സ്വർണത്തിന്റെ വിലയിലും വ്യത്യാസം വരും. സ്വർണം കൂടുതലായും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ബാങ്കുകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് ഇറക്കുമതി തീരുവയും നൽകേണ്ടി വരും. ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷനാണ് ദിവസേനയുള്ള സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത്.